ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പഠിച്ചിറങ്ങുന്നവർ ജോലി കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതായത് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അറ്റൻഡ് ചെയ്യുന്ന എല്ലാ ഇന്റർവ്യൂവും ഹാക്ക് ചെയ്യാൻ കുറച്ച് എളുപ്പ വഴികൾ ഞാൻ പറഞ്ഞുതരാം. 4 എണ്ണമാണ് പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അത് ഏതൊക്കെയാന്ന് വെച്ചാൽ, ഫസ്റ്റ് ഡ്രസ്സിംഗ് ആണ്, രണ്ടാമത്തത് ആറ്റിറ്റ്യൂഡ്, 3 കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, 4 പ്രിസൈസ് ആൻസേഴ്സ്. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇന്റർവ്യൂ നന്നായി ബെറ്റർ ആക്കാനായിട്ട് സാധിക്കും. ഡ്രസ്സിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ വെൽ ഡ്രസ്സപ്പ് ആയിട്ട് വേണം നിങ്ങൾ ഇന്റർവ്യൂവിന് പോകാൻ. ഫോർമൽ ഷർട്ട്സ് ആൻഡ് പാൻസ് മാക്സിമം യൂസ് ആക്കണം. നോർമൽ ആയിട്ടുള്ള ഡ്രസ്സിങ് ഒഴിവാക്കാം. അതുപോലെ തന്നെ വൈറ്റ്, ലൈറ്റ് ഗ്രേ, അതുപോലെ നേവി ബ്ലൂ, ബ്ലാക്ക് എന്നിങ്ങനെയുള്ള പ്രീമിയം കളേഴ്സ് മാക്സിമം യൂസ് ചെയ്യുക. ഗേൾസ് ആണെങ്കിൽ സ്യൂട്ട്സ് ഒക്കെ യൂസ് ആക്കുക. ഹീൽസ് കുറഞ്ഞ ചെരുപ്പുകൾ ഉപയോഗിക്കുക. അതുപോലെ മിനിമൽ ആയിട്ട് മേക്കപ്പ് ചെയ്യുക. നിങ്ങൾ ഒരു മേക്കപ്പും ചെയ്യാതെ ഒരു ഡൾ ഫേസ് കൊണ്ട് ഒരിക്കലും ഇന്റർവ്യൂവിന് പോവാതിരിക്കുക. മാക്സിമം എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള മേക്കപ്സ് ഓവർ ആവാതെ നോക്കുക. അതുപോലെ തന്നെ ജ്വല്ലറി, ഓർണമെന്റ്സ് മാക്സിമം ഇന്റർവ്യൂ ടൈമിൽ ഒഴിവാക്കാനായിട്ട് നോക്കുക. സെക്കൻഡ് പോയിന്റ് ആറ്റിറ്റ്യൂഡ് ആണ്. ആറ്റിറ്റ്യൂഡ് ഈസ് എവറിത്തിങ് എന്ന് പറഞ്ഞ് കട്ട ആറ്റിറ്റ്യൂഡ് ഇട്ട് പോകണമെന്നല്ല കേട്ടോ. കോൺഫിഡൻസ് മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അല്പം ടെൻഷൻ ഉണ്ടെങ്കിലും അത് നിങ്ങൾക്ക് എക്സ്പോസ് ചെയ്യാത്ത രീതിയിൽ പ്രസന്റ് ചെയ്യാൻ പറ്റും ഇന്റർവ്യൂ ടൈമിൽ. ആൻഡ് ഇറ്റ് ഷോസ് യുവർ ആറ്റിറ്റ്യൂഡ്സ് യുവർ സിറ്റുവേഷൻസ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. ഒരാളെ സക്സസ് ആക്കുന്നതിൽ ഏറ്റവും വലിയ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് അയാളുടെ സംസാര രീതിയാണ്. അതുപോലെ ലാംഗ്വേജസ് യൂസ് ചെയ്യാനുള്ള കഴിവും. നമ്മളൊരാളായിട്ട് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു ഐ കോണ്ടാക്ട് എപ്പോഴും കീപ്പ് ചെയ്യുക. അതുപോലെ തന്നെ കോൺഫിഡൻസ് ഉള്ളവരായിട്ട് സംസാരിക്കുക. ഇന്റർവ്യൂ ടൈമിലാണെങ്കിൽ മാക്സിമം ഇംഗ്ലീഷ് നന്നായിട്ട് യൂസ് ചെയ്യുക ഡ്യൂറിങ് ഇന്റർവ്യൂസ്. എന്തൊക്കെ ഇല്ലെങ്കിലും നന്നായിട്ട് സംസാരിക്കാനും ഇംഗ്ലീഷ് യൂസ് ചെയ്യാനുള്ള സ്കില്ല് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ നിങ്ങൾ സേഫാണ് എല്ലാ ഇന്റർവ്യൂവിനും. 4ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പ്രിസൈസ് ആൻസേഴ്സ് ആണ്. അതായത് ചോദിക്കുന്നതിന് മാത്രം കൃത്യമായ ആൻസേഴ്സ് പറയാൻ നോക്കുക. ഓവറായി സംസാരിച്ച് ചളമാക്കാതെ നോക്കുക. അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. അവർ ചോദിക്കുന്നതിന് മാത്രം ആൻസേഴ്സ് പറയാം. അപ്പോൾ എക്സ്പീരിയൻസ് ചോദിക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്പീരിയൻസിന്റെ ഒരു ഇയർ, നിങ്ങൾ അവിടെ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ അതൊരു മാക്സിമം ഷോർട്ട് ആൻഡ് സിമ്പിൾ ആയിട്ട് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അത് പ്രസന്റ് ചെയ്യുക. വെറുതെ കഴിഞ്ഞാൽ ഞാൻ അതിനു മുമ്പ് അവിടെയായിരുന്നു ഇവിടെയായിരുന്നു അങ്ങനെ ഓവറായിട്ട് സംസാരിക്കാതിരിക്കുക. അപ്പോൾ ഈ രീതിയിലേക്ക് നിങ്ങൾ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ ഇന്റർവ്യൂ ഹാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. കൂടുതൽ ടിപ്സിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്